ഓം സദ്ഗുരുഭ്യോ നമ. ഓം ഗംഗണപതിയേ നമ. ഓം സം സരസ്വത്യൈ നമ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. വൈദേഹ്യോമഭിവീക്ഷ്യ ജാതപുളകാം വാമാംഗമാസേവിനീം വാമേനസ്തനജൂജുകം പുളകിനാം വാമം കരേണാമൃശൻ തത്തോ ദക്ഷിണപാണിനാകലിതയാ തന്മുദ്രയാ ദർശയൻ രാമോ മാരുതി സേവിതോല്ലസതു മേ സാമ്രാജ്യസിംഹാസനേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയമോ ബുദ്ധിമതാം വരിഷ്ഠമോ വാദാത്മജോ വാനരയൂഥമുഖ്യോ ശ്രീരാമദൂതോ ശിരസാ നമാമി. സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, ഏവർക്കും ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം. നമ്മള് അവലോകനം ചെയ്യാൻ പോകുന്നത് മര്യാദാ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമേന്ദ്ര സ്വാമിയുടെ അവതാരമാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. കേൾക്ക രഘൂത്തമൻ ഭൂപതീന്ദ്രോത്തമൻ കീർത്തിമാനായ രഘുവിനജൻ മകൻ പാർത്ഥിവ ശ്രേഷ്ഠൻ ദശരഥൻ തൽസുതൻ സൽസേവ്യനാമവൻ ഭാഗ്യവാനകയാൽ ലോകൈകനായകനായ നാരായണൻ ലോകരക്ഷാർത്ഥം അവനുടെ പുത്രനായി രാമനാമം പൂണ്ട് അവതരിച്ചിടിന. നാരായണ 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 നാരായണ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനോ വൈദേഹീഹരണോ ജടായുമരണോ സുഗ്രീവ സംഭാഷണോ ബാലീ നിഗ്രഹണോ സമുദ്രതരണോ ലങ്കാപുരീ ദാഹനോ പശ്ചാത് രാവണ കുംഭകർണ നിധനോ ഏതദ്ധി രാമായണോ.
ആദിസച്ചിദാനന്ദ അനന്താദിനാഥ ആദിയന്തരഹിത രാമ ഹരേ രാമ രാമ ആദിസച്ചിദാനന്ദ അനന്താദിരാമ ആദിയന്തരഹിത രാമ ഹരേ രാമ രാമ രാമകൃഷ്ണ വൈകുണ്ഠ കോദണ്ഡ രാമ രാമകൃഷ്ണ വൈകുണ്ഠ കോദണ്ഡ രാമ രാമകൃഷ്ണ വൈകുണ്ഠ കോദണ്ഡ രാമ രാമ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ രാമ ഹരേ രാമ രാമ ആദിസച്ചിദാനന്ദ അനന്താദിനാഥ ആദിയന്തരഹിത രാമ ഹരേ രാമ രാമ സീതാഭിരാമ രാമ ലോകാഭിരാമ സീതാഭിരാമ രാമ ലോകാഭിരാമ സീതാഭിരാമ രാമ ലോകാഭിരാമ രാമ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ രാമ ഹരേ രാമ രാമ ആദിസച്ചിദാനന്ദ അനന്താദിരാമ ആദിയന്തരഹിത രാമ ഹരേ രാമ രാമ ഹരേ രാമ രാമ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ സൽസേവ്യനാമവൻ ഭാഗ്യവാനാകയാൽ ലോകൈക നായകനായ നാരായണ ലോകരക്ഷാർത്ഥം അവനുടെ പുത്രനായി രാമനാമം പൂണ്ട് അവതരിച്ചിടിനാൻ. ദശരഥൻ സൽഗുണ സമ്പന്നനായിരുന്നു. സത്തുക്കളെ സേവിക്കുന്നതുകൊണ്ടും സത്തുക്കളാൽ സേവ്യമാനനായിരുന്നതുകൊണ്ടും രഘുവംശത്തിൽ പൂർവികരായി ഉള്ളവരെ പോലെ സർവ തേജസ്സും സർവ ഐശ്വര്യവും ക്ഷേമവും അഭിവൃദ്ധിയും എല്ലാം കൊണ്ട് സമ്പൂർണനായിരുന്ന ചക്രവർത്തിയായിരുന്നു ദശരഥൻ. അദ്ദേഹം സൽസേവ്യനായതുകൊണ്ട് തന്നെ, സത്സംഗപ്രിയനായതുകൊണ്ട് തന്നെ, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായതുകൊണ്ട് തന്നെ സാക്ഷാൽ സ്ഥേരിയായിരിക്കുന്ന ആ പരമാത്മതത്വം, ആ പരമാത്മ ചൈതന്യം, വൈകുണ്ഠനാഥനായിരിക്കുന്ന ഭഗവാൻ ദശരഥന്റെ പുത്രനായിട്ട് രാമനാമത്തിൽ അവതരിച്ചു. ഭഗവാൻ ശ്രീരാമേന്ദ്രസ്വാമിയുടെ ചരിതം നമ്മൾ എല്ലാവരും ഭാഗവതം പോലെ തന്നെ ഒരുപക്ഷെ അതിലും അധികമായിട്ട് എല്ലാ ജനങ്ങളും ഇന്നും അധികം കൈകാര്യം ചെയ്തു പോരുന്നതാണ് രാമായണം. ഭാഗവതത്തിനാണോ പ്രാധാന്യം, രാമായണത്തിനാണോ പ്രാധാന്യം എന്ന് പറയാൻ കഴിയില്ല. രണ്ടും തുല്യമായ പ്രാധാന്യത്തോടുകൂടി ഇന്നും സത്യാന്വേഷികരായ ജനങ്ങൾ തന്റെ ഹൃദയങ്ങളിൽ കൊണ്ടു നടക്കുന്നതാണ് രാമായണം. ആ രാമായണ കഥ നമുക്ക് വളരെ വിശദമായി തന്നെ നമ്മൾ പഠിക്കുകയും അവലോകനം ചെയ്യുകയും ചർച്ച ചെയ്യപ്പെടുത്ത വിഷയമായതുകൊണ്ട് ഭഗവാന്റെ അവതാരത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മൾ
അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. രാമായണം കഥ പറയാൻ ഇവിടെ നിൽക്കുന്നില്ല, മറിച്ച് രാമൻ ജനിച്ചു കഴിഞ്ഞ് അനുഷ്ഠിച്ച ചില കാര്യങ്ങള് ഭഗവാൻ വേദവ്യാസനും പറയുന്നുണ്ട്. എന്നിരുന്നാലും എഴുത്തച്ഛൻ ചില കാര്യങ്ങളെ നമ്മൾക്ക് ഓർമ്മപ്പെടുത്തി പോകുന്നുണ്ട്. ആ ഭാഗം നമുക്ക് വായിച്ചു പോകാം. കാരണം കൂടുതലായിട്ട് അതിനെപ്പറ്റി ഒരു അവലോകനത്തിന് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. നമുക്ക് വായിച്ചു പോകാം. രാമനാമം പൂണ്ടവതരിച്ചിടിനാൻ രാമ സഹോദരന്മാരുണ്ടു 3 പേർ. ശത്രുഘ്നര ലക്ഷ്മണന്മാരും ഭരതനും ഉത്തമന്മാരവർ രാമനോടൊക്കുമേ. രാമാവതാര കഥകളും കൗശിക മാമുനി തന്നോടുകൂടെ ഗമിച്ചതോ താടകയെ കൊന്നു യാഗവും രക്ഷിച്ച് കേടഹല്യയ്ക്കു കളഞ്ഞു രക്ഷിച്ചതോ വില്ലുമുറിച്ചതോ സീതയെ വെട്ടതോ കല്യനാം ഭാർഗവൻ തന്നെ ജയിച്ചതോ താതവചനിന കാടകം ബുക്കതോ പ്രീതനായി ചിത്രകൂടജലേ വാണതോ രാക്ഷസി തന്നെ വിരൂപണം ചെയ്തതോ രൂക്ഷരായുള്ള ഖരാദിയെ കൊന്നതോ രാവണനാൽ അപഹൃതയാം സീതയെ കാനനം തോറും തിരഞ്ഞു നടന്നതും സുഗ്രീവ സഖ്യം കഴിച്ചതോ ബാലിയെ നിഗ്രഹം ചെയ്തതോ സേതു ബന്ധിച്ചതോ രാവണൻ തന്നെ സകുലം വധിച്ചതോ പാവകശുദ്ധയാം ദേവിയെ വിണ്ടതോ രാജ്യാഭിഷേകവും ചെയ്ത് ജനങ്ങളാൽ പൂജ്യനായി രാജ്യവും പാലിച്ചു വാണതോ ഭാര്യയെ കാനനം തന്നിൽ കളഞ്ഞതും കാര്യം കഴിച്ച് ആത്മലോകം ഗമിച്ചതോ ഇത്തരോ നാരായണൻ കഥയൊക്കെയും വിസ്തരിച്ച് അത്യന്തരമ്യമായി തഥാ മാമുന്ന മഹാമുനി വാൽമീകി തീർത്തതു 3 ലോകത്തിലും വ്യാപിച്ചിരിക്കയാൽ ഉത്തമ താപസന്മാരരുൾ ചെയ്തിട്ട് പൃഥ്വീപതേ കേട്ടിരിക്കുമല്ലോ ഭവാൻ എന്നതുകൊണ്ട് അത് വിസ്തരിക്കുന്നില്ല. ഇന്നതിനപ്പുറം കേട്ടുകൊള്ളുക ഭവാൻ. പറയാണ്, അങ്ങേക്ക് ഈ കഥയെല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് ഇല്ലെന്ന് അതിനപ്പുറം വിസ്തരിക്കുന്നതില്ല എന്നത് ഇവിടെ പറഞ്ഞു നിർത്തിയിട്ട് അതിനപ്പുറം അതിന് അദ്ദേഹത്തിന്റെ പുത്രപരമ്പരയുടെ പറഞ്ഞുകൊണ്ട് സമർപ്പിക്കണമല്ലോ സൂര്യവംശം. അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ കുറച്ച് കഥകളിലൂടെ പറഞ്ഞു പോവുകയാണ്. രാമചന്ദ്രൻ തന്റെ പുത്രനല്ലോ കുശൽ കോമളനാം അവൻ പുത്രൻ അതിഥിയോ പുത്രനവനു നിഷദൻ തതോ നഭസത്തമൽ പുണ്ടരീകാഖ്യനവൻ മകൻ ക്ഷേമധന്വാവും അവന് ദേവാനീകനാം അവൻ തൽസുതൻ രക്ഷ അവൻ മകൻ പരിയാത്രൻ ബലൻ തൻ സുതൻ വൃന്ദാരലൻ അവൻ തന്നുട നന്ദനൻ വജ്രനാഭൻ തത്വസ്യ പുത്രൻ
ഖഗണനോ പൂജ്യനായുള്ള വിധൃതി തന്നന്ദനൻ. സ്വഗണൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഭാഗവതം ഖഗണൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. പൂജ്യനായുള്ള സ്വഗുണനും പൂജ്യനായുള്ള വിധൃതി തന്നന്ദനൻ. ആ വിധൃതിയാണ് തന്നന്ദനൻ. ആരുടെ നന്ദനൻ? സ്വഗണന്റെ നന്ദനൻ. അതാണ് അവിടെ പിരിച്ചു വായിച്ചു കഴിഞ്ഞാൽ ഒരാൾ കൂടും. വജ്രനാഭൻ തസ്യ പുത്രൻ സ്വഗണനും പൂജ്യനായുള്ള വിധൃതി തന്നന്ദനൻ. ആരുടെ നന്ദനൻ? സ്വഗണനന്ദനൻ എന്നാണ് അവിടെ പറഞ്ഞു പോയിരിക്കുന്നത്. ആ ഭഗവാന്റെ പുത്രന്മാരുടെ പരമ്പരയാണ് പറയുന്നത്. ഭഗവാന്റെ പുത്രൻ കുശൻ, കുശന്റെ പുത്രൻ അദിതി, അദിതിയുടെ പുത്രൻ നിഷധൻ, നിഷധന്റെ പുത്രൻ നഭൻ, നഭന്റെ പുത്രൻ പുണ്ടരീകൻ, പുണ്ടരീകന്റെ പുത്രൻ ക്ഷേമധന്വാവ്, ക്ഷേമധന്വാവിന് പുത്രൻ ദേവാനീകൻ, ആ ദേവാനീകന്റെ പുത്രൻ ഋക്ഷൻ എന്ന് പറയും. ഋക്ഷന് മറ്റൊരു പേരുണ്ട്, അനീകൻ എന്നും പറയും. ആ ഋക്ഷന്റെ പുത്രൻ പാരിയാത്രൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ബലൻ, ബലന്റെ പുത്രൻ വിന്ദോരലൻ എന്ന് പറയും. ആ വിന്ദോരലന് സ്ഥലൻ എന്നൊരു പേരും പറയാറുണ്ട്. വിന്ദോരലന്റെ പുത്രൻ വജ്രനാഭൻ, വജ്രനാഭന്റെ പുത്രൻ ഖഗണൻ, ഖഗണന്റെ പുത്രൻ വിധൃതി. അവിടെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. വിധൃതി തന്നന്ദനൻ പുത്രൻ അവനു ഹിരണ്യനാഭൻ നൃപൻ. തത്രയാചാര്യനായി വന്നാൻ അവൻ താനും തൽസുതൻ പുഷ്ടിൻ ധ്രുവസന്ധി തൽസുതൻ, തൽസുതനല്ലോ സുദർശന ഭൂപതി തസ്യ അഗ്നിവർണ്ണൻ സുതൻ. സുദർശന ഭൂപതിക്ക് അഗ്നിവർണ്ണൻ എന്ന പുത്രൻ. അഗ്നിവർണ്ണൻ സുതൻ തസ്യ ശീഘ്രനോ, അദ്ദേഹത്തിന്റെ പുത്രൻ ശീഘ്രൻ. തസ്യാത്മജന്മരുവെന്ന നരേശ്വരൻ സൂര്യവംശം കലികാലം കഴിയുന്ന നേരം നശിച്ചിതു. പിന്നെയുണ്ടാകുവാൻ കലാപ് ഗ്രാമേ വസിക്കുന്നവൻ അതിധന്യനവൻ. മഹായോഗബലാന്വിതൻ ഉത്തമനാം അവൻ പുത്രൻ പ്രസുശ്രുതൻ, 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 ഉത്തമനാമവൻ പ്രസുശ്രുതൻ. പുത്രനത സന്ധി തസ്മാദമർഷണൻ പുത്രൻ മഹാസ്വാവ് അവന് വിശ്വസമൻ. പുത്രനവന് ബൃഹൽ ബലവീര്യവാൻ കൊന്നാനവനെ വിജയൻ രണാങ്കണേ ചൊന്നേൻ കഴിഞ്ഞൊരു ഭൂപതി മരെ ഞാൻ. വിധൃതി, വിധൃതിയുടെ പുത്രൻ ഹിരണ്യനാഭൻ. ഹിരണ്യനാഭൻ ജൈമിനി മഹർഷിയുടെ ശിഷ്യനായിരുന്നു. അദ്ദേഹം യോഗ ആചാര്യനായിരുന്നു. ഹിരണ്യനാഭനിൽ നിന്ന് കോസല രാജ്യവാസിയായ യാജ്ഞവൽക്യൻ ഋഷി യോഗശാസ്ത്രം പഠിച്ച് ആത്മസാക്ഷാത്കാരം നേടി. അത്ര ഉത്തമമായ ഗുണത്തോടു കൂടിയ വ്യക്തിയായിരുന്നു ഹിരണ്യനാഭൻ. ആ ഹിരണ്യനാഭന്റെ പുത്രൻ പുഷ്യൻ, പുഷ്യന്റെ പുത്രൻ ധ്രുവസന്ധി, അദ്ദേഹത്തിന്റെ പുത്രൻ സുദർശന ഭൂപതി, അദ്ദേഹത്തിന്റെ പുത്രൻ അഗ്നിവർണ്ണൻ, അഗ്നിവർണ്ണന്റെ പുത്രൻ ശീഘ്രൻ എന്ന ചക്രവർത്തി. ആ ശീഘ്രന് പുത്രൻ മരു എന്ന ചക്രവർത്തി ഉണ്ടായി. യോഗ വൈഭവത്താൽ മരണത്തെ അതിക്രമിച്ചവനായിരുന്നു മരു. നമ്മൾ ഭാഗവതം തുടങ്ങിയത് തന്നെ മരണത്തെ എങ്ങനെ ജയിക്കാം എന്ന ചോദ്യത്തോടു കൂടിയാണ്. അപ്പൊ യോഗ വൈഭവം കൊണ്ട് മരണത്തെ അതിക്രമിച്ചവനായിരുന്നു. യോഗാഭ്യാസം, അഷ്ടാംഗ യോഗം, യോഗാഭ്യാസം കൊണ്ട് മരണത്തെ ജയിക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തന്റെ ജീവനെ സഹസ്രാര ധാരയിൽ എത്തിച്ച് ഉപാധികളുടെ ബന്ധം വിട്ട് താനും ഈശ്വരനും ഒന്നായി ചേരുമ്പോൾ മരണത്തെ ജയിക്കാൻ സാധിക്കും.
അങ്ങനെ മരണത്തെ ജയിച്ചവനായിരുന്നു മനു. മനുവിന്റെ കഥയിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അവലോകനം ചെയ്യാം.